പ്രതിപക്ഷത്തിന് ആകെ കിട്ടിയ വേദിയാണ് പാർലമെന്റിൽ പരീക്ഷാ പരിഷ്കരണ ബില്ല്. അതല്ലാതെ പ്രക്ഷോഭത്തെ നേരിട്ട രീതിയോ തല്ലിച്ചതച്ച രീതിയോ ആയുധങ്ങൾ ഉപയോഗിച്ച രീതിയോ പോലീസ് അതിക്രമത്തിന്റെ രീതിയോ ചോദ്യം ചെയ്യാൻ പാർലമെന്റിൽ ഒരു അക്ഷരം ഉരിയാടാൻ ഈ ദിവസങ്ങളിലൊന്നും പ്രതിപക്ഷത്തെ അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പരമാവധി ഈ പ്രക്ഷോഭത്തിലേക്കും അതിനെതിരായ പോലീസ് നടപടികളിലേക്കും വിഷയങ്ങൾ കൊണ്ടുപോകാനുള്ള ശ്രമം പരീക്ഷാ പരിഷ്കരണ ബില്ലിന്റെ ഭാഗമായി പ്രതിപക്ഷത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഇന്നിപ്പോൾ നോക്കൂ, ഐഷി ഘോഷിന്റെ വിഷയം രാജ്യസഭയിൽ ഉന്നയിക്കുന്ന സമയത്ത് നൽകിയ മറുപടി എന്താണ്? അടിയന്തരാവസ്ഥ കാലത്ത് എന്നെ എൻ്റെ ക്ലാസ് മുറിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് ജിതേന്ദ്ര സിംഗിന്റെ മറുപടി. ക്ഷമിക്കണം, JP നദ്ദയുടെ മറുപടി. പക്ഷേ ഇത് അടിയന്തരാവസ്ഥ കാലമല്ലല്ലോ. സ്വാഭാവികമായും നമ്മൾ ഇപ്പോഴും ജനാധിപത്യം വാഴുന്നു എന്ന് വിചാരിക്കുന്നിടത്ത് ഈ തരത്തിലുള്ള പ്രതികാര ബുദ്ധി കാണിക്കുന്ന സർക്കാരിനെ എങ്ങനെ നേരിടും? നമ്മുടെ രാജ്യം ഒരു പോലീസ് സ്റ്റേറ്റാക്കി മാറ്റാനാണ് സംഘപരിവാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെയുള്ള സമരമാണ് ജൻസികൾ നടത്തിയത്. അതിനെതിരായ സമരമാണ് ഇന്ന് പ്രതിപക്ഷം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എങ്ങനെയാണ് പോലീസ് സ്റ്റേറ്റാക്കി മാറ്റാൻ ശ്രമിക്കുന്നത്? അവിടെയാണ് അതിൻ്റെ പ്രശ്നം ഗൗരവമായി കാണേണ്ടത്. നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാനപരമായ ഡെമോക്രാറ്റിക് വാല്യൂസിനെയെല്ലാം അണ്ടർമൈൻ ചെയ്ത് രാജ്യത്തെ ഒരു പോലീസ് സ്റ്റേറ്റാക്കി മാറ്റുക, നീതി, റൂൾ ഓഫ് ലോ, ഇതൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ മാത്രമല്ല, നിങ്ങൾ അല്പം മുമ്പ് കുറേ കാലങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തകളിലേക്ക് നോക്കിയാൽ കാണാൻ കഴിയും. സംഘപരിവാറിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അതാണ്. അവിടെയാണ് ജനമാകെ കൂടുതൽ ജാഗരൂകമാകേണ്ടത്. UP-യിൽ മാത്രം എത്രമാത്രം എക്സ്ട്രാ ജുഡീഷ്യൽ എക്സിക്യൂഷൻസ്, ബുൾഡോസർ രാജ് എന്ന പേരിൽ എക്സിക്യൂഷൻസ് നടത്തിയിട്ടുണ്ട്. ഹിമഗ്ര ബിശ്വാസ് ശർമ്മ ഭരിക്കുന്ന, നമ്മുടെ ഹെമന്ത് ബിശ്വാസ് ശർമ്മ ഭരിക്കുന്ന ആസാം എത്ര എക്സ്ട്രാ ജുഡീഷ്യൽ എക്സിക്യൂഷൻ എടുത്തിട്ടുണ്ടാകും? നിയമവിരുദ്ധമെന്ന് പറഞ്ഞ് ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവത്തിൻ്റെ പേരിൽ ആളുകളെ ഷൂട്ട് ഔട്ട് ചെയ്ത് കൊല്ലുന്ന എത്ര സംഭവങ്ങളുണ്ടാവും? നമ്മൾ തന്നെ എത്ര തവണ ചർച്ച ചെയ്തു. അതൊരു ന്യൂ നോർമലായി മാറി. എന്താ കാരണം? റൂൾ ഓഫ് ലോ പൂർണ്ണമായി ഇല്ലാതാകുന്നു. ഇതൊരു പൂർണ്ണമായും ഇനി ഇവിടേക്ക് വന്നാൽ സ്വതന്ത്രമായി സംഘടിക്കാൻ, സമരം ചെയ്യാൻ ഉള്ള അധികാരമെന്നത് ഭരണഘടന ഉറപ്പു നൽകുന്ന അധികാരമാണ്. ആ ഭരണഘടനയുടെ ഒഴിവാക്കാനാകാത്ത മൗലികാവകാശങ്ങളിലൊന്നാണ്. ആ മൗലികാവകാശങ്ങൾക്കുമേൽ കടന്നുകയറ്റമുണ്ടാകുന്നു. എങ്ങനെ? നിങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്താൽ നിങ്ങളെ പിന്തുടരും. നിങ്ങൾ അത് പാർട്ടി ഓഫീസിലേക്കാണെങ്കിൽ പാർട്ടി ഓഫീസിൽ വന്ന് ഞങ്ങൾ അറസ്റ്റ് ചെയ്യും. പഴയ കേസ് തപ്പിയെടുത്തിട്ടാണെങ്കിൽ പഴയ കേസിൻ്റെ പേരിൽ ഞങ്ങളത് നിങ്ങളെ അഴിക്കുള്ളിലാക്കും. ഇത് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഞാൻ തന്നെ ഇന്നലെ ഫയൽ ചെയ്തൊരു കേസുണ്ട്. ആ കേസിൽ ബയോമെട്രിക് സർവൈലൻസിലൂടെ ഈ ജന്തർ മന്തർ പ്രൊട്ടസ്റ്റിലേക്ക്, പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് എന്ന ഭരണഘടനാപരമായ തൻ്റെ അവകാശം ഉപയോഗിക്കാൻ വേണ്ടി വന്ന 10,000-കണക്കിന് മനുഷ്യരുടെ ബയോമെട്രിക് വിവരങ്ങൾ സമാഹരിക്കാൻ ഇവർക്ക് ഏത് നിയമമാണ് അധികാരം നൽകുന്നത്? ഇത് വളരെ ഗൗരവമുള്ള പ്രശ്നമല്ലേ? അപ്പോൾ ജനാധിപത്യ സമരങ്ങളെ ഇല്ലാതാക്കുക, നിയമവാഴ്ച പൂർണ്ണമായി തകർക്കുക, എന്നിട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പോലീസ് സ്റ്റേറ്റാക്കി ഇന്ത്യയെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. അതൊരിക്കലും അനുവദിക്കാനാകില്ല. ഇപ്പൊ പ്രൊട്ടസ്റ്റിന്റെ ഫലമായി എന്തായിരുന്നു പോലീസിന്റെ സമീപനം? ഡൽഹി പോലീസിന്റെ സമീപനം എന്താണ്? പ്രകടനമായി തന്നെ രണ്ട് കാര്യങ്ങൾ നമുക്ക് വളരെ വിസിബിളായി കാണാൻ കഴിയും. അതിലൊന്ന്, യൂണിഫോം ഇല്ലാത്ത പോലീസുകാർ വിദ്യാർത്ഥികളെ വേട്ടയാടി. ആരാണവർ? പോലീസുകാരാണോ? പോലീസുകാർക്കൊപ്പം ഏതോ കുറേ ആളുകൾ വേട്ടയാടി. ബ്രൂട്ടലായി അവർ വിദ്യാർത്ഥികളെ തല്ലുന്നത്, പെൺകുട്ടികളെ ആക്രമിക്കുന്നത് ഒക്കെ ദൃശ്യങ്ങളിൽ പ്രകടമാണ്. അവരാരാണ്? ഇത്രയും നാളായി അമിത്ഷാ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ് അതാരൊക്കെയായിരുന്നു ആ ആളുകളെന്ന് പറഞ്ഞോ? ഏത് സാഹചര്യത്തിലാണ് യൂണിഫോം ഇല്ലാത്ത ഈ ക്രിമിനൽ കൂട്ടങ്ങളെ കൂടെ കൂട്ടേണ്ടി വന്നത് എന്ന് വിശദീകരിച്ചോ? ഇല്ല. മറ്റൊന്ന്, പെല്ലറ്റ് ഗൺ ഉപയോഗിക്കുന്നു. അത് ഒരിടത്ത് ബീഹാറിൽ AK-47 ഉപയോഗിക്കുന്നു. ഇത് വളരെ പ്രകടമായി കാണുകയാണ് നമ്മൾ. എന്തുകൊണ്ടാണിത് എക്സസീവായിട്ടുള്ള ഫോഴ്സ് ഉപയോഗിച്ചത്? അത് ആരുടെ തീരുമാനപ്രകാരമാണ്? ആ ചോദ്യം പ്രസക്തല്ലേ? ഇത് ഡൽഹിയിലാണ് എങ്കിൽ വളരെ കൃത്യമായി പറഞ്ഞാൽ അത് അമിത്ഷായുടെ കീഴിലാണ്. ആ യൂണിയൻ ഹോം മിനിസ്റ്ററുടെ കീഴിലുള്ള ഈ പോലീസ് നടപടിക്ക് അമിത്ഷാ നേരിട്ട് ഉത്തരം പറയണം. ഹീസ് റെസ്പോൺസിബിൾ. എന്തുകൊണ്ട് പാർലമെന്റിനുള്ളിൽ ആ ചോദ്യത്തിന് അവർ പ്രതികരിക്കുന്നില്ല? രാജ്യത്തോട് ന്യായമായ വിശദീകരണം നൽകുന്നില്ല. ഇനി മറ്റൊരു കാര്യം, ഇന്നലെ CJPയുടെ പ്രൊട്ടസ്റ്റിൽ കൊടുത്ത ഉറപ്പിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ അവർ തന്നെ ഉന്നയിച്ചു. ഞങ്ങൾക്ക് ഇത് ഉറപ്പുകൾ ഇതുവരെ പാലിക്കപ്പെടാൻ തുടങ്ങിയിട്ടില്ല എന്നവർ പറഞ്ഞു. അതൊരു മാന്യതയാണോ, രീതിയാണോ? പണ്ട് കർഷകരെ ഇതുപോലെ പറഞ്ഞു പറ്റിക്കാനൊരു ശ്രമം നടത്തും, നമുക്കറിയാം. ഇതുപോലെ ജനാധിപത്യ സമരങ്ങളോട് തോറ്റു പിന്മാറിയിട്ടും
സംഘപരിവാറിൻ്റെ സഹജമായ ഫാസിസ്റ്റ് മനസ്സ് കാരണം, ജനാധിപത്യ വിരുദ്ധ സ്വഭാവം കാരണം അവർ ഇപ്പോഴും ആളുകളെ വേട്ടയാടുന്നു, പഴയ കേസുകൾ കുത്തിപ്പൊക്കി വേട്ടയാടാൻ ശ്രമിക്കുന്നു, അവരെ പിന്തുടരുന്നു. ഐഷി ഘോഷ് പറഞ്ഞ വളരെ പ്രസക്തമായൊരു കാര്യമുണ്ട്. ഞാൻ AKG ഭവനിലേക്ക് പോകുന്നത് എങ്ങനെയാണ് പോലീസ് അറിഞ്ഞത്? ഞാൻ പോകുന്നതിനെക്കുറിച്ച് ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടില്ല. ഞാൻ മറ്റാരോടെങ്കിലും ഏതെങ്കിലും തരത്തിൽ വിസിബിളായി പരസ്യപ്പെടുത്തിയ ഒരു തല ഞാൻ എൻ്റെ അങ്ങോട്ടേക്ക് പോകുന്നു. അതിൻ്റെ അർത്ഥം എന്താ? അവരുടെ ഫോൺ ട്രാക്ക് ചെയ്യുന്നു. അതിന്റെ അർത്ഥം ട്രാക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള ആരോപണമാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. എങ്ങനെയാണ് ട്രാക്ക് ചെയ്യുന്നുണ്ടെന്നാണ്. ഞാൻ അതിലേക്ക് വരാം. ട്രാക്ക് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ഇതിന് സമാനമാണ് ബയോമെട്രിക് വിവരങ്ങൾ, ഫിംഗർ പ്രിന്റുകൾ മാച്ച് നോക്കുന്നു. എന്താണിത്? ജനാധിപത്യ സമരങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ്. അത് ഒരു പോലീസ് സ്റ്റേറ്റ് സൃഷ്ടിക്കാനുള്ള ശ്രമമാണ്. അതൊരിക്കലും അംഗീകരിക്കാൻ പാടില്ല. അതിശക്തമായ പ്രതിഷേധങ്ങളിലൂടെ പാർലമെന്റിനകത്തും പുറത്തും നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട ഘട്ടമാണിത് എന്നാണ് എനിക്ക് പ്രാഥമികമായി പറയാനുള്ളത്. Debate with Madhu Saji.